അങ്ങനെ നമ്മുടെ സ്റ്റാൻലി വൈജയും അവനും കൂടി ആഗ്രയിൽ വെച്ച് കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നുണ്ട്. ആൽബമൊക്കെ എടുത്തിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ വേഗം അച്ചായനെ വിളിക്കേണ്ടത്. എന്നിട്ട് അച്ചായനോട് പറയുന്നുണ്ട്, അച്ചായ അങ്ങോട്ട് ഒരു മിനിറ്റ് വരുമോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവതക്കുട്ടി അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ വരാം, 1 മണിക്കൂർ ഏറിയാൽ ഞാൻ അപ്പോഴേക്കും അവിടെ എത്താമെന്നൊക്കെ പറഞ്ഞിട്ട് എത്തുന്നുണ്ട്. എന്തായാലും അയാൾ എത്തുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻലി നമ്മുടെ ബാലചന്ദ്രൻ വന്നതും എല്ലാ കാര്യങ്ങളും നമ്മളെ അവതക്കുട്ടി അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനും വൈജയുള്ള പ്രേമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. ഞങ്ങൾ ആഗ്രയിൽ വെച്ചിട്ട് ഞങ്ങൾ പിരിയണ സമയത്ത് വൈജ 8 മാസം ഗർഭിണിയായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ. അമ്മച്ചിക്ക് സുഖമില്ലാച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ അങ്ങോട്ട് പോയ ശേഷമാണ് വൈജയെ കാണാത്തത്. അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചാൽ ഉള്ള കാര്യങ്ങൾ മുഴുവൻ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങൾ കാരണമാണ് ഞങ്ങൾ രണ്ടാളും വേറെ പിരിഞ്ഞത്, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവതക്കുട്ടി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അതൊക്കെ ഇനി എന്തിനാ പറഞ്ഞേ, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, അവളുടെയും നിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അതൊക്കെ ചെയ്തു, അതൊക്കെ അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല. എനിക്ക് അതിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾക്ക് എല്ലാ സത്യം അറിയാമെന്ന് എനിക്കറിയാം, ബാക്കി നിങ്ങൾ പറയും, ഞാൻ അമ്മച്ചിക്ക് വയ്യാഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻലി അവൻ്റെ അച്ചായനോട്. എന്തായാലും നമ്മുടെ സ്റ്റാൻലി അച്ചായ ഒന്നും പറയാത്തതുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ തിരിച്ച് വന്നപ്പോൾ വൈജയനെ അവരുടെ ആങ്ങളന്മാർ കൊണ്ടുപോയി, എന്നിട്ട് വീട്ടു തടങ്കിൽ വെച്ചു. ഞാൻ കുറേ ശ്രമിച്ചു അവളെ കാണാൻ, പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയാണ് എനിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ആക്സിഡൻറ്റ് സംഭവിച്ച് ഞാൻ കോമയിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കൂടി വൈജയനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു, എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നോ ഫേക്ക് ഇൻവിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് അവളെ വിശ്വസിപ്പിച്ച് അവളെയും കല്യാണം കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കോമയിൽ നിന്ന് റിക്കവറി ആയി വന്ന സമയത്ത് എന്നെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു. നിങ്ങളിപ്പോൾ സത്യം പറയും, ഞങ്ങളുടെ കുട്ടി എവിടെയാണെന്ന്. അതൊരു ചാപ്പിള്ളയെന്നാണല്ലോ ഞാൻ കേട്ടത്. അതൊരു ചാപ്പിള്ളയല്ല, അത് ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, എന്താ ഉണ്ടായെന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ കുട്ടീനെ അനാഥാലയത്തിൽ കൊണ്ടാക്കി ഇതൊക്കെ നമ്മൾ അച്ചായൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും അപ്പോൾ സ്റ്റാൻലി മനസ്സിലാക്കുന്നുണ്ട് അലീന സ്വന്തം മകളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അലീനെ ഞാൻ തിരിച്ചു പഠിക്കാൻ തന്നെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ അച്ചായനോട്. അച്ചായൻ പറയുന്നത്, വേണ്ടാത്ത കാര്യമൊന്നും ചെയ്യാൻ പുറപ്പെടണ്ട, ഇപ്പം തന്നെ ആൾക്ക് ഒരു മനസ്സമാധാനവും ഇല്ല എൻ്റെ ഭാര്യയെ കൊണ്ട്, അതിന് വേണ്ടിയിട്ടല്ല, മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല നീ ഇവിടെ വന്ന് താമസിക്കണേ, ഇനി വെറുതെ വേണ്ടാത്ത വെയ്യാവലി നീ എടുത്ത് നല്ല തലയിൽ വെക്കണ്ടെന്ന് പറയുന്നത്. പിന്നെ ഞാൻ അവളെ എന്താ ചെയ്യേണ്ടത്, പെരുവഴിയിലേക്ക് ഇടണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അലീനെ കൊണ്ടുവരാൻ നമ്മളെ സ്റ്റാൻലി തീരുമാനിക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.